ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം തൂവക്കാട് സഹോദരി ഭർത്താവ് ക്രൂരമായി ആക്രമിച്ചെന്ന് യുവതിയുടെ പരാതി. പയ്യനങ്ങാടി സ്വദേശി ഫൈസലിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. ഫൈസലിന് മറ്റൊരു സ്ത്രീയുമായി ഉണ്ടായ ബന്ധം ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്ന് മർദ്ദനമേറ്റ യുവതികൾ പറയുന്നു. കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു, ലൈംഗികമായി ഉപദ്രവിച്ചുമെന്നും പരാതിയിലുണ്ട്. ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കൂടുതൽ വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ്. ശാന്തകുമാർ, ആ കുട്ടികൾ അടക്കം ഉള്ള ആളുകളുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്. ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഇയാളെ കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് നിലവിലെ സാഹചര്യം? ഈ 9-ാം തീയതിയാണ് യുവതികൾ പരാതി പോലീസിന് നൽകിയിരിക്കുന്നത്. തിരൂർ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഇയാളെക്കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും. ഇത് ഏതാനും ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പരാതി നൽകിയ യുവതിയുടെ സഹോദരിയുടെ ഭർത്താവാണ് ഈ ക്രൂരമർദ്ദനം നടത്തുകയും ചെയ്യുന്നത്. അതായത് ഈ സഹോദരി ഭർത്താവും വേർപിരിഞ്ഞു കഴിയണം. അതായത് ഇവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ, ഈ ഫൈസലിന് ചില പരസ്ത്രീ ബന്ധമുണ്ട് എന്നുള്ളതെ തുടർന്ന് ഇവർ തമ്മിൽ അകന്നു കഴിയായിരുന്നു. ഇതിനിടയിലാണ് ഈ വീട്ടിലേക്ക് ഈ സഹോദരി വന്നപ്പോഴാണ് ഈ ഫൈസൽ അവിടെ എത്തി ക്രൂരമായി മർദ്ദിക്കുന്നത്. അത് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. വളരെ ക്രൂരമായി തന്നെയാണ്. അതായത് സമീപത്തുള്ള ഈ ഇലക്ട്രിക്കൽ എക്സ്റ്റൻഷൻ കേബിൾ ഉപയോഗിച്ച് അവരെ അടിക്കുകയും ഒപ്പം തന്നെ അവരുടെ കഴുത്തിൽ അവ വെച്ച് മുറുക്കുകയും ഒക്കെ ചെയ്യുന്നത് ആ ദൃശ്യങ്ങൾ തന്നെ കാണുന്നുണ്ട്. വളരെ ക്രൂരമായി തന്നെയായിരുന്നു ആ മർദ്ദനം എന്നുള്ളത് ദൃശ്യങ്ങൾ തീർത്തും നമുക്ക് മനസ്സിലാക്കാനും കഴിയും. എന്തായാലും ഈ പ്രതിയെക്കുറിച്ച്, ഈ ഫൈസലിനെ കുറിച്ച് കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇയാളെ ഉടനെ പിടികൂടാൻ കഴിയുന്നതിനാണ് പോലീസും കരുതുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പരിക്കും ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. കഴുത്തിനും ഒപ്പം തന്നെ കൈക്കും മുഖത്തുമെല്ലാം വലിയ തോതിൽ പരിക്കും ഈ യുവതിക്ക് പറ്റിയിട്ടുണ്ട്. ഇവർ ആശുപത്രിയിൽ നേരത്തെ ചികിത്സ തേടിയതാണ്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന് കൃത്യമായ മൊഴിയും ഒപ്പം തന്നെ ഈ വിവരങ്ങൾ, ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. രുചിഷ. ശരി ശാന്തകുമാർ.